ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷനുമായിട്ടാണ്. അതിനുവേണ്ടി കേക്കിന് സ്പഞ്ച് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്രീം ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കേക്കിനെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേക്കിൻ്റെ ഒരു ലെയർ വെക്കുക, ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. 2 ടയർ കേക്ക് പോലുള്ള ഹൈറ്റ് വരുന്ന കേക്കുകൾക്കൊന്നും നമ്മൾ താഴെ ലെയറൊന്നും കൂടുതൽ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നോർമൽ 3 ലെയർ വെച്ച് ചെയ്യുന്ന കേക്കുകൾക്കൊക്കെ നമുക്ക് ഷുഗർ സിറപ്പ് കൊടുക്കാം. അങ്ങനെ ക്രീം കൊടുത്ത് ഞാനിവിടെ സ്ട്രോബെറി ക്രഷും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫില്ലിങ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഫാമിലിയിലേക്കുള്ള കേക്ക് തന്നെയാണ്. ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോന് അവൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞൊരു കേക്കാണ്. അവന് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അവളൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഞാൻ 3 ലെയറും വെച്ചിട്ട് കേക്കിന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ 3 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. 3 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. കേക്കിൻ്റെ വർക്ക് ഞാനൊരു 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ 8:30 ആയപ്പോഴേക്കും ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേക്ക്. പിന്നെ ഒരു 11:30-12 മണി ആ ടൈമിനെടുത്തിട്ടാണ് ഞാൻ കേക്കിൻ്റെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് അതിൽ ക്രീം ഫില്ല് ചെയ്തിട്ട് കൊടുത്താൽ മതി. പൈപ്പിംഗ് ബാഗിൽ ക്രീം ഫില്ല് ചെയ്തിട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ ചെയ്താൽ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ക്രീം ഫില്ല് ചെയ്യാൻ നമുക്ക് കഴിയും. കേക്കിലേക്ക് ഞാൻ ലൈറ്റ് ബ്ലൂ കളർ ആഡ് ചെയ്യുന്നുണ്ട്. സ്ക്രാപ്പറിൽ കുറച്ച് ക്രീമാക്കി അതിലൊരു ഡ്രോപ്പ് സ്കൈ ബ്ലൂ കളർ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ക്രീമാണ് ഞാൻ കേക്കിൻ്റെ സൈഡിൽ കൊടുക്കുന്നത്. മുകളിൽ വൈറ്റും സൈഡിൽ സ്കൈ ബ്ലൂ കളറും, അങ്ങനെയാണ് ഞാൻ ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. ഡബിൾ കളർ ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കളർ മിക്സ് ആവാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഒരു ക്ലോത്ത് കൊണ്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ നൂർ 11 എന്ന പെറ്റൽ നോസിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു പൈപ്പിംഗ് ബാഗിലിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അതിൽ ക്രീം ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ മുല്ലപ്പൂ ഉണ്ടല്ലോ, അതുപോലത്തെ ഫ്ലവേഴ്സാണ് ഈ കേക്കിൽ വരച്ചെടുക്കുന്നത്. ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ പെറ്റൽ വരയ്ക്കുമ്പോഴും
ടേൺ ടേബിൾ അതിനനുസരിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടും കൊടുക്കണം. കേക്കിൻ്റെ ടോപ്പിൽ വരക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ നമ്മൾ സൈഡിൽ വരക്കാൻ. കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ സ്കൈ ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സാണ് വരയ്ക്കുന്നത്. അതിന് വേണ്ടി ലൈറ്റായിട്ട് സ്കൈ ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ 3 ഡോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ തണ്ടും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ സ്പീഡിൽ കാണുന്ന പോലെ അല്ല കേട്ടോ കേക്ക് ഡെക്കറേഷനും. ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യണം. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതെല്ലാം സ്പീഡിലിട്ടിട്ടാണ് കാണിക്കുന്നത്. ഫ്ലവേഴ്സിന് ലീഫും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ലീഫും കൂടെ വരച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് കൊണ്ടുകൊടുത്ത് സർപ്രൈസ് ചെയ്യുന്ന വീഡിയോൻ്റെ ചെറിയൊരു പാർട്ടും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിമ്പിൾ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.